Hello everyone, question number 5 ലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഡ്യൂറിംഗ് ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് സി ഈസ് ഓഫ് എ ബോറാറ്റം. ബോറാറ്റം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്റർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. ചാപ്റ്റർ ഏതാ? ആറ്റം അല്ലേ? ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ബോർ മോഡലിലെ കോൺസെപ്റ്റ് ആണ്. സോ ഇത് ഡ്യൂറിംഗ് ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് സി ഓഫ് ബോറാറ്റം ദ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഈസ് 2000 ആങ്സ്ട്രോം. സോ എ എന്നുള്ള സ്ഥലത്ത് നിന്ന് എവിടേക്ക് ജമ്പ് ചെയ്തു? സിയിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ ഉണ്ടാവുന്ന എമിറ്റഡ് റേഡിയേഷൻ 2000 ആങ്സ്ട്രോം ആണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് 6000 ആങ്സ്ട്രോം വെൻ ദ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ബി ടു സി. The wavelength of the radiation emitted during the transition of electrons from state A to state B. എ എന്ന് ബിയിലേക്ക് ജമ്പ് ചെയ്യേണ്ട കഥയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എ എന്ന് ബിയിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ആണ് ചോദ്യം. സോ മാറ്റം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന വേവ് ലെങ്ത് അല്ലേ? എനർജി ഗ്യാപ്പ് എത്രയാണോ ആ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വേവ് ലെങ്ത് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഈ ഇതിനെ സബ് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? ആറ്റത്തിൻ്റെ എനർജി ലെവൽസിൽ നമുക്കിത് ഉൾപ്പെടുത്താം. എനർജി ലെവൽസ് ഓർ എമിഷൻ സ്പെക്ട്രത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എ എന്ന് സിയിലേക്ക് ഉണ്ടാകുന്ന എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇ എ മൈനസ് ഇ സി എന്ന് പറഞ്ഞിട്ട് എത്ര വരിക? എച്ച് സി ബൈ ലാംഡ വൺ. ആ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന വേവ് ലെങ്ത് ആണ് ലാംഡ വൺ. ദെൻ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് ജമ്പ് ചെയ്യുന്ന എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇ ബി മൈനസ് ഇ സി ഓർ ഇ സി മൈനസ് ഇ ബി വാട്ടവർ എച്ച് സി ഡിവൈഡ് ബൈ ലാംഡ ടു. ദെൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് വേണ്ടത്? നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇ എ മൈനസ് ഇ സി മൈനസ് ഇ ബി പ്ലസ് ഇ സി വരും. ഈ ഇ സിയും മൈനസ് ഇ സിയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇ എ മൈനസ് ഇ ബി ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് വരും? എച്ച് സി ബൈ ലാംഡ വൺ മൈനസ് എച്ച് സി ബൈ ലാംഡ ടു എന്ന് വരും. ഇ എ മൈനസ് ഇ ബി എന്ന് പറയുന്ന സമയത്ത് ആ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് പുറത്തേക്ക് പോയ വേവ് ലെങ്ത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? 1 ലാംഡ 3 എന്ന് വിളിക്കാം. സോ 1 ലാംഡ 3 ഈസ് ഈക്വൽ ടു 1 ലാംഡ 1 മൈനസ് 1 ലാംഡ 2. ലാംഡ 1ൻ്റെയും ലാംഡ 2ൻ്റെയും വാല്യൂ നമുക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ലാംഡ 3 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 1 ലാംഡ 1? 1/2000. വാട്ട് ഈസ് 1 ലാംഡ 2? 6000. ഇത് 6000 ആക്കാൻ ഇൻറ്റു 3 ചെയ്യല്ലേ? മുകളിലും ഇൻറ്റു 3 ചെയ്യാം. അപ്പോൾ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 ഡിവൈഡ് ബൈ 6000 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 ലാംഡ 3. ക്യാൻസൽ ചെയ്താൽ ലാംഡ 3 ഈസ് ഈക്വൽ ടു 3000 ആങ്സ്ട്രോം എന്നുള്ള ആൻസറിലേക്ക് എത്തും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. താങ്ക് യു.